ഈ ലോകത്ത് പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി എന്ത് കാര്യമാണെങ്കിലും പഠിച്ചാൽ അവസാനിക്കും. ഒരു കാര്യം മാത്രമേ പഠിച്ചാൽ അവസാനിക്കാതിരിക്കുകയുള്ളൂ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകത്തെ മഹാത്ഭുതമാണ്. അത് നമ്മൾ പഠിച്ചേ പറ്റും. നബി തങ്ങളുടെ കുട്ടിക്കാലം, പുണ്യനബിയുടെ യുവത്വം, നബി തങ്ങളുടെ വാർദ്ധക്യം, മുസ്തഫായ നബി തങ്ങളുടെ യാത്രകള്, പുണ്യനബിയുടെ സഞ്ചാരങ്ങള്, എല്ലാ കാര്യങ്ങളും പഠിക്കണം. പഠനത്തിലെ ഏറ്റവും വലിയ പഠനം, വായനയിലെ ഏറ്റവും വലിയ വായന മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വായനയായിരിക്കണം. നമ്മളൊക്കെ പുസ്തകം വായിക്കുന്ന ആൾക്കാരാണ്, എല്ലാവരും വായിക്കലുണ്ട്. വായനയിലെ ഏറ്റവും വലിയ വായന മുഹമ്മദ് നബിനെ കുറിച്ചുള്ള വായനയായിരിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ചത് രണ്ടാൾക്കാരാണെന്നാണ് ചരിത്രം പറയുന്നത്. ഒന്ന് സർ സയ്യിദ് അല്ലാമ ഡോക്ടർ മുഹമ്മദ് ഇക്ബാലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാള് അല്ലാമ ഇക്ബാല്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, വലിയ ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ അദ്ദേഹം ശമ്പളത്തിന് ഒരാളെ വെച്ചിരുന്നു. ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ചായിരിക്കണം. അപ്പൊ ഇടക്കിടക്ക് പുസ്തകങ്ങൾ എണ്ണി വെക്കുക. നബിതങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ തോന്നില്ലെങ്കിൽ അങ്ങാടി പോയിട്ട് ബുക്ക് വാങ്ങിക്കൊടുന്ന് വെക്കണം. ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം മുഹമ്മദ് നബിയെ കുറിച്ചായിരിക്കണം എന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ആള് മൗലാന മുഹമ്മദ് അലി ആയിരുന്നു. അങ്ങനെ ഒരിക്കല് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നമ്മുടെ ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങളും ആർക്കെങ്കിലും ദാനം കൊടുത്തോ, ഞാൻ അവിടെ ഒന്നും വെക്കണ്ടാറുണ്ട്. അപ്പൊ മോൻ ചോദിച്ചു, വാപ്പാ, നമ്മുടെ ലൈബ്രറിയിൽ നബിതങ്ങളെ കുറിച്ചായിരിക്കണം ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ, അതൊരു മുസാഫ് മാത്രം ബാക്കി വെച്ചാൽ എങ്ങനെ യാഥാർത്ഥ്യമാകാനാണ് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഖുർആൻ മുഴുവനും മുഹമ്മദ് നബിയാണ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ മുഴുവനും മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നല്ലേ, അതെങ്ങനെ മുഹമ്മദ് നബി ആവുക എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു തന്നെയാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റഹ്മത്തിനെ തന്നവൻ എന്നാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് നബി ആകുന്നു എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ഫാത്തിഹ സൂറത്ത് മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ മദ്ഹുൻ നബിയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആകെ കരഞ്ഞത് 4 സമയത്താണ്. 4 പ്രാവശ്യമാണ് ഇബ്ലീസ് നിലവിളിച്ചത്. ഒന്ന് ഹീന ലുഇന, സ്വർഗത്തിൽ വെച്ച് ശപിക്കപ്പെട്ടവനെ എന്ന് പറഞ്ഞപ്പോൾ നിലവിളിച്ചു. അത്രയിട്ടും കരുതിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് കരഞ്ഞത് ഹീന ഹുബിത്ത, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കരഞ്ഞു. മൂന്നാമത് കരഞ്ഞത് ഹീന ഉലിദ, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് കരഞ്ഞു. റബീഉൽ അവ്വൽ 12 ചിലർക്ക് നിലവിളി വരും. നബി തങ്ങൾ ജനിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ട്. നാലാമത് കരഞ്ഞത് ഹീന നുസില, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാണ്. അൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ കരഞ്ഞു. എത്ര പ്രധാനപ്പെട്ട സദസ്സുകൾ നോക്കിക്കോളി. വലിയ VIP-കളൊക്കെ കൂടിയ വലിയ സദസ്സാണെന്ന് വിചാരിച്ചോളി. എല്ലാ വർത്താനം പറയുന്നുണ്ട്, വലതുവശം പറയുന്നുണ്ട്, ഇടതുവശം പറയുന്നുണ്ട്, രാഷ്ട്രീയമുണ്ട്, മതകാര്യമുണ്ട്, പള്ളി കമ്മിറ്റിയുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. അവസാനം ആരെങ്കിലും ഒരാള് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ 2 പുറത്തേക്ക് ഇറങ്ങും. എന്തേ കാരണം? സൂറത്തുൽ ഫാത്തിഹ മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ എന്നത് അതിലെ ഓരോ ആയത്തും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ കുറെ സൂറത്തുണ്ട്. വല്ലുഹ സൂറത്ത് മദ്ഹുൻ നബിയാണ്. അലന്നശ്റ സൂറത്ത് മദ്ഹുൻ നബിയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ മദ്ഹുൻ നബിയാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ മദ്ഹുൻ നബിയാണ്. ത്വാഹ സൂറത്ത് മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവസാനം ഇറങ്ങിയ ആയത്ത് മദ്ഹുൻ നബിയാണ്. ദീന് പൂർത്തിയായി ഹജ്ജത്തുൽ വദാഇന്. ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിറങ്ങി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങി. ആ ആയത്തിറങ്ങിയതിന്റെ ശേഷം പിന്നെ ഇറങ്ങിയ ആയത്തുണ്ട്, അത് മദ്ഹുൻ നബിയാണ്. എന്തായത്ത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു
ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇങ്ങനെ തന്നെ അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. വലിയ മുദരിസായിരുന്നു ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം ഇങ്ങനെ ദർസ് നടക്കുന്ന സമയത്ത് അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്നു പേരായ ഒരാൾ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് കയറി വന്നു. വരുന്ന് കണ്ടപ്പോ മൂപ്പര് ഇരിക്കണോടത്ത് നിന്ന് നീച്ചിട്ട് വാതിൽക്ക് പോയിട്ട് അയാളെ കൂട്ടിക്കൊടുന്നു. എന്നിട്ട് മൂപ്പരെ തോളിലുണ്ടായിരുന്ന മുണ്ട് വിരിച്ചിട്ട് അതിൽ ഇരുത്തി. എന്നിട്ട് മൂപ്പരിങ്ങനെ എന്തൊക്കെ പിരാന്തന്മാര് വർത്താനം പറയും പോലെയൊക്കെ വർത്താനം പറഞ്ഞു. എന്നിട്ട് പിന്നെ അയാൾ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോ ശിബിലി ഇമാം എഴുന്നേറ്റു. അങ്ങനെ ഗേറ്റിന്റെ അവിടെ കൊണ്ടായിട്ട് യാത്ര അയച്ചു വിട്ടിട്ട് മടങ്ങിപ്പോന്നു. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ അതഫ്അലു ഹാകദാ ബിഹാദാ, എന്താണ് ഇയാളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അതഫ്അലു ഹാകദാ ബിഹാദാ, എന്താണ് ഇയാളെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? വഅഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ, ബഗ്ദാദുകാര് പറയാറുണ്ട് ഇദ്ദേഹത്തിന് പിരാന്താണ്. എന്നിട്ട് എന്താ മൂപ്പര അങ്ങനെയൊക്കെ കാട്ടണമെന്ന് ചോദിച്ചു. അപ്പോൾ അല്ലാമ ശിബിലി പറഞ്ഞു, ഇതേ ചോദ്യം ഞാൻ ഒരിക്കൽ നബിനോട് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഞാൻ മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ സഹാബത്തൊക്കെ ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ് എല്ലാവരും ഉണ്ട് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ അവർക്ക് ദർസ് നടത്തിയിരുന്നു. അപ്പണ്ട് ഇയാൾ ഇങ്ങനെ അങ്ങോട്ട് കയറി വരുന്നു, ഉറക്കത്ത് കാണുകയാണ്, ഇയാൾ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് മൂപ്പര പോയി കൂട്ടിക്കൊടുന്നിട്ട് തട്ടം പിരിച്ചു കൊടുത്തു, അതിലിരുത്തി. ഇതേമാതിരി കുറെ വർത്താനം മൂപ്പര അവിടുന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പോയപ്പോൾ നബി തങ്ങൾ കൂടെ പോയി യാത്ര അയച്ചു. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അതഫ്അലു ഹാകദാ ബിഹാദാ, നബിയെ ഇയാളെന്താ അങ്ങനെയൊക്കെ കാട്ടുന്നത്? വഅഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ, ബഗ്ദാദുകാര് പറയാറുണ്ട് ഇദ്ദേഹത്തിന് പിരാന്താണ് എന്ന്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ശിബിലിയെ ഇങ്ങക്ക് ഇയാൾ അറിയോന്ന് ചോദിച്ചില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിൽ എന്റെ പേരുണ്ട് എന്ന കാരണത്താൽ ഇയാൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം അത് ഓതാറുണ്ട് പറഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മാഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്കാൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ് ദാലിക മസലുഹും ബിത്തൗറാത്തി വമസലുഹും ബിൽ ഇൻജീൽ. എന്റെ പേരയിലുണ്ട് എന്നുള്ള കാരണത്താൽ ഇദ്ദേഹം എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതാറുണ്ട് എന്ന് പറഞ്ഞു. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ഒരു പെണ്ണ് വന്നു. ഹസനുൽ ബസ്രി എന്ന് പറഞ്ഞാൽ താബികളുടെ നേതാവാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ അടുത്ത് വന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, എനിക്കൊരു മോളുണ്ടായിരുന്നു, ഒറ്റ മോളേ ഉള്ളൂ, ആള് മരിച്ചു, എനിക്കിപ്പോ ആരുമില്ല. എന്റെ മോളെ അവസ്ഥ എന്താന്ന് അറിയാൻ എനിക്കൊന്ന് സ്വപ്നത്തിൽ മോളെ കണ്ടാ തിരക്കിടില്ല, അതിന് പറ്റിയ എന്തേലും ഒന്ന് പറഞ്ഞു തരീന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പരെന്തോ ഒന്ന് പറഞ്ഞു കൊടുത്തു, ദിക്റോ മറ്റെന്തോ ഒന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ പെണ്ണ് പോയി. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത മാതിരി ചെയ്തു. മോളെ കണ്ടു. കണ്ടപ്പോ കയ്യും കാലും ചങ്ങലയിട്ട് പൂട്ടിയിട്ട് നരകത്തിലുണ്ട്. അപ്പൊ നൊലൊഴിച്ചു. പിറ്റേ ദിവസം ഹസനുൽ ബസ്രിയുടെ അടുത്ത് വന്നാണ്ട് സങ്കടം പറഞ്ഞു, ഞാൻ എന്റെ മോളെ കണ്ടത് ഇങ്ങനെയൊക്കെയാണല്ലോ. നൊലൊഴിച്ചപ്പോ ഹസനുൽ ബസ്രിക്ക് തോന്നി പറഞ്ഞു കൊടുക്കേണ്ടിന്നില്ലാന്ന് തോന്നി. അങ്ങനെ പെണ്ണ് മടങ്ങി. കുറെ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനെ സ്വപ്നത്തിൽ കണ്ടു. പിന്നൊരു ദിനം ഹസൻ എന്നവർ താജുള്ളതായി കാണുന്നു പെണ്ണിനെ സ്വപ്നമിൽ സ്വർഗത്തിലായി. പിന്നൊരു ദിനം ഹസൻ എന്നവർ, താജ് എന്ന കിരീടം, പിന്നൊരു ദിനം ഹസൻ എന്നവർ താജുള്ളതായി കാണുന്നു പെണ്ണിനെ സ്വപ്നമിൽ സ്വർഗത്തിലായി. അപ്പോൾ മഹാൻ ചോദിച്ചു, എന്താ പെണ്ണേ ഈ സ്ഥിതിയിലാകാൻ കാരണം പറ പൊന്നേ. അന്റെ അമ്മനോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ, എന്തേ സ്വർഗത്തിൽ കിരീടം വെച്ചിരിക്കാൻ കാരണം എന്ന് ചോദിച്ചു. കിടക്കുന്ന മക്ബറ തൊട്ടടുത്തു നടന്നു പോയി
ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി. കിടക്കുന്ന മക്ബറ തൊട്ടടുത്തു നടന്നു പോയി. ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി. അതിൽ പെട്ടു ഞാനും വന്നു കിട്ടിന ജാത്ത്. സുഹൃത്തുക്കളെ അതുകൊണ്ട് ചൊല്ലി സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.